ആഹാ, നബീസയോ? എന്താ നബീസ? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇവിടെ ഇല്ലായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ പോവാനാ. എന്താ നബീസ വന്ന്? ഞാനേ ബാങ്കിൽ പോയായിരുന്നു. അപ്പൊ അവിടെ അടച്ചിട്ടേക്കുന്നു. ഇന്നേ അപ്പൂപ്പന്റെ ചരമവാർഷികമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തുറന്നില്ല. എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികത്തിന് കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോയില്ല. മോളെന്താ വന്നേ? എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പണയം വെക്കാന്ന് വിചാരിച്ച് വന്നതാ. ഇവിടെ പണയത്തിന്റെ ഏർപ്പാടൊന്നുമില്ല. ഫിനാൻസിലാ പണയത്തിന്റെ ഏർപ്പാട്. അയ്യോ, അങ്ങനെ പറയരുത്. കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അയ്യോ നബീസ, അതുകൊണ്ടല്ല പറഞ്ഞത്. വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ആരുടെയും പണം എടുക്കാറില്ല. പക്ഷെ നബീസ ഞങ്ങളുടെ സ്വന്തം അയലത്തുകാരിയല്ലയോ? നമുക്കിവിടെ അങ്ങനെ വേർതിരിവൊന്നും ഇല്ലല്ലോ. എന്തോ മാലയാണോ കമ്മലാണോ പണം വെക്കുന്നത്? മാലയും കമ്മലൊന്നും അല്ല, ഒരു ചെറിയ പ്രസന്റാ. എൻ്റെ മോക്കെ ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് മുരളിച്ചേട്ടൻ ദുബൈ വെച്ച് സമ്മാനിച്ചതാ. പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ലാത്തതാ. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് വെക്കുന്നതാ. ഇത് കൃഷ്ണവിഗ്രഹമല്ലയോ? ശരിയാണല്ലോ, ഇത് കൃഷ്ണവിഗ്രഹമാണല്ലോ. കൊച്ചെ, ഇതിന്റെ മാലയും വളയൊക്കെ എന്ത് ചെയ്യും? അതെല്ലാം പണയത്തിലാ ചേട്ടാ. ഒരു ഗതിയില്ലാത്തത് കൊണ്ടല്ലയോ അവസാനം ഈ മാർഗം നോക്കിയേ. കൃഷ്ണവിഗ്രഹം പണയം വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാരും അങ്ങനൊന്നും ചെയ്യാറില്ല, ഇല്ലേടാ? പിന്നെ ശരിയാ. എനിക്ക് വേറെ മാർഗമില്ല. തന്നെയല്ല, ഇത് സ്വർണ്ണമല്ലേ, പ്യുവർ 916. അല്ലാതെ നീ വേറെ മതക്കാരി ആയോണ്ടല്ല അല്ലേ? അതായിരിക്കും ഞങ്ങളുടെ ദൈവബിംബങ്ങളെയൊക്കെ കാണുമ്പോൾ പണയം വെക്കാൻ ഒരു ടെൻഡൻസി. ശരി, എന്നാ ഇത് നിങ്ങൾ പണയം എടുക്കണ്ട. എനിക്കൊരു 40,000 രൂപ ഇങ്ങിതാ കടവായിട്ട്. ഈടില്ലാതെ ഇങ്ങനെ പണം തരുന്നേ? ശരി, എന്നാ ഇത് നിങ്ങൾക്ക് തന്നേക്കാം. ഇതിന്റെ തൂക്കം നോക്കി വിലയിട്ട് അതിന്റെ പൈസ ഇങ്ങ് തരാവോ? ഇതൊന്നും ശരിയാകത്തില്ല. ഇതൊന്നും പണയം എടുക്കാൻ ഇവിടെ പറ്റത്തില്ല. പണയത്തിനും വേണ്ട, വിലയ്ക്കും വേണ്ട. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വേണം പിന്നെ ഞാൻ മുടിഞ്ഞു പോകാൻ. ഭഗവാനെ പണയം വെച്ചിട്ടുള്ള പലിശയൊന്നും എനിക്ക് വേണ്ട. ഞങ്ങൾ അത് ചെയ്യത്തില്ല. ഞാനിത് അറുത്ത് മുറിച്ച് ഉരുക്കി രൂപം മാറ്റിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എടുത്തേനല്ലോ. പക്ഷെ ഈ രൂപം കണ്ടപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നാഞ്ഞിട്ടാ ഞാൻ പണയം വെക്കാൻ കൊണ്ടുവന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാനിത് എപ്പോഴേ വിറ്റേനെ. പക്ഷെ ഈ രൂപം കണ്ടിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. വേറെ ഏത് ലോക്കറിൽ ഇരിക്കുന്നതിനേക്കാളും സേഫായിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എന്താ, ഇത് വിൽക്കാൻ എനിക്ക് വേറെ മാർക്കറ്റൊന്നും ഇല്ലേ?